BMSൽ ചേർന്ന അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലെ തൊഴിലാളികൾ CITU സംഘടനയിൽപ്പെട്ടവരല്ലെന്ന് നേതൃത്വം. കരാർവൽക്കരണവും സ്വകാര്യവൽക്കരണവും കാരണം തൊഴിലാളികൾ സ്ഥലം മാറ്റൽ ഭീഷണിയിലാണ്. ഇതിൽ നിന്നും രക്ഷ നേടാമെന്ന് കരുതി തൊഴിലാളികൾ BMSൽ ചേർന്നത് ആത്മഹത്യാപരമാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലെ 61 തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം BMSൽ ചേർന്നത്. ഇവർ CITU സംഘടനയിൽപ്പെട്ടവരല്ലെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇവർ CITU സംഘടനയിൽ അംഗത്വം എടുത്തവരോ സംഘടനാ പരിപാടികളിൽ പങ്കെടുത്തവരോ അല്ലെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ഞങ്ങളുമായി അവർക്കൊരു ബന്ധമില്ല. CITUവിന്റെ ചുമട്ടുതൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ ചുമട്ടുതൊഴിലാളി യൂണിയൻ, ആ യൂണിയനിൽ അവർ അംഗങ്ങളല്ല. FCIയിൽ കേരള FCI ലേബർ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരു യൂണിയനുണ്ട്, CITU രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവർ, അതിൽ അവർ അംഗങ്ങളല്ല. CITUവിന്റെ വേറെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ അംഗങ്ങളല്ല. CITUവിന് ഡയറക്റ്റ് അല്ല യൂണിയൻ, വിവിധ യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തുണ്ടാകുന്നതാണ് CITU. ഒരു സംഘടനയിലും ഇവർക്ക് അംഗത്വമില്ല. ചുമട്ടുതൊഴിലാളികളുടെ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് 7 മാസം മുൻപ് നടന്നു. അതിൽ ഇവർ അംഗങ്ങളല്ല. CITUവിന്റെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ ഇവർ അംഗങ്ങളല്ല. പക്ഷെ എന്തിനാണ് ഇവർ CITUവിൽ നിന്ന് BMS ചേർന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളോടുള്ള രാഷ്ട്രീയ വിരോധം, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ കുറച്ച് ആളുകൾ BMS ചേർന്നിരിക്കുന്നു CITUക്കാർ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും എതിരായി ഒരു പ്രചരണം രാജ്യത്ത് അഴിച്ചുവിടാൻ കഴിയുമോ എന്ന ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്നാണ് വസ്തുത. അതല്ലാതെ ഞങ്ങളുമായി യാതൊരുവിധ ബന്ധവും, CITU മെമ്പർമാരാണെങ്കിൽ CITU മെമ്പർഷിപ്പ് ഉണ്ടാകണം, മാസവരി നൽകണം, CITUവിന്റെ പ്രവർത്തന പരിപാടികളിൽ പങ്കെടുക്കണം, CITU എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഒരു ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പൊ ഈ 12-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ലേബർ തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ട്. ഇവർ അംഗങ്ങളാണോ? ആണെങ്കിൽ ഇവർ പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. ഞങ്ങളെല്ലാം പണിമുടക്ക് നോട്ടീസ് കൊടുത്തവരാണല്ലോ, പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ലല്ലോ. ആ രീതിയിൽ CITUവുമായി യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് ഒരു വസ്തുത. നിലവിൽ അങ്ങാടിപ്പുറത്തെ തൊഴിലാളികളിൽ അധികവും പാലക്കാട്, മുഴപ്പിലങ്ങാട് FCI ഡിപ്പോകളിൽ കരാർവൽക്കരണം നടത്തിയപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് സ്ഥലം മാറി എത്തിയവരാണ്. അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലും കേന്ദ്ര സർക്കാർ കരാർവൽക്കരണം നടപ്പാക്കുമ്പോൾ തൊഴിലാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന സ്ഥിതിയുണ്ടാകും. തിരുവനന്തപുരത്തും കാസർഗോഡും ഇതേ സ്ഥിതി ഉണ്ടായപ്പോൾ അവിടുത്തെ തൊഴിലാളികളെ അവിടെ തന്നെ തുടരാൻ സംസ്ഥാന BJP നേതൃത്വം പോലും ശ്രമിച്ചിട്ട് സാധ്യമായിട്ടില്ല. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ BMSലേക്ക് ചേക്കേറിയ തൊഴിലാളികൾ ആത്മഹത്യാപരമായ തീരുമാനമാണ് എടുത്തതെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ, FCI മാത്രമല്ല, വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്ന സ്ഥിതിയിലേക്ക്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നയിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള BMSലാണ് ഇവർ ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ചേർന്നു എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. സ്വകാര്യ കരാർവൽക്കരണം കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്തെ 19 FCI ഗോഡൌണുകളിൽ 13 ഗോഡൌണുകളിലെ കയറ്റിറക്ക് ജോലികൾ കരാറുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങാടിപ്പുറം, തിക്കോടി ഉൾപ്പെടെ ഇനി 5 ഗോഡൌണുകൾ മാത്രമാണ് കരാർവൽക്കരിക്കാനുള്ളത്. സംസ്ഥാനത്ത് 3500 തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 371 പേർക്ക് മാത്രമാണ് നേരിട്ട് തൊഴിൽ ഉള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി K രാംദാസ്, CITU സംസ്ഥാന കമ്മിറ്റി അംഗം P പത്മജ, CITU മങ്കട ഏരിയ സെക്രട്ടറി MP സലീം, പ്രസിഡന്റ് A ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.